അപ്പൊ മരമാണെങ്കിൽ ചില അതുപോലെ തന്നെ ചിത്രങ്ങളിൽ വര വീണാൽ അത് കടലിലൊഴുക്കണം. ലോഹങ്ങൾ തന്ത്രിമാർക്ക് കൈമാറും. അങ്ങനെയാണ് വായുവാഹനം. കുതിരയുടെ രൂപമാണ് അവിടുത്തെ വായുവാഹനം. അത് തന്ത്രിക്ക് കൊടുത്തു. തന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പറയുന്നത് എന്തുകൊണ്ട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയില്ല? അങ്ങനെ ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു. അത്രേ ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് മറ്റു 1-2 ക്ഷേത്രങ്ങളിലെ വായുവാഹനം തന്ത്രിക്ക് കൊടുക്കണമെന്ന് 2018 ഇറക്കി. ഇതിന് സർക്കാർ ഒരു ബന്ധമൊന്നും. ഇനി ഞാൻ ചോദിക്കട്ടെ, വായുവാഹനം സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റിയതെങ്കിൽ പത്മകുമാർ അടിച്ചു. ഇതിപ്പോ തന്ത്രിയുടെ വീട്ടിലായതുകൊണ്ട് പൂയാൻ പിന്നെ കൊടിമരം സ്ട്രോങ് റൂമിൽ വെക്കാൻ പറ്റുമോ? ആചാരനുസരിച്ച് അത് കത്തിച്ച് കളത്തി. ഇങ്ങനെയൊക്കെയാണ് നിയമം. ഇപ്പൊ ഞാൻ ചോദിക്കും, ഇത് സ്വർണ്ണക്കൊള്ളയിട്ട് എന്താവും? സ്വർണം കെട്ടാനുള്ള 1998 വിജയ മല്യ നൽകിയ 30 കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൊതിഞ്ഞ ദ്വാരപാല ശില്പങ്ങൾ, മുഖ്യ കവാടം, ഗോപുരം എല്ലാം അവിടുത്തെ സ്വർണങ്ങൾ ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഉരുക്കി വിറ്റ് കാശാക്കി പകരം ചെമ്പുവാളികൾ സ്വർണം പൂശി പകരം വെച്ചു. ഇതല്ലേ കേസ്? ഒരു കാര്യം നമുക്ക് അറിയേണ്ടത്, ഈ സ്വർണം വിറ്റുവെങ്കിൽ ആ വിറ്റ സ്വർണം എവിടെ? അത് കണ്ടുപിടിക്കണ്ടേ? അയാൾ സ്വർണം വിറ്റു എന്ന് പറഞ്ഞാൽ കോടതി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഹൈക്കോടതി ബഹുമാനപ്പെട്ട രീതിയിലേക്ക് കടന്നു വരികയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരും. ഇതൊക്കെ പറഞ്ഞാൽ കോടതിയും ചോദിക്കുന്ന ഒരു കാര്യം, ഇളക്കി മാറ്റിയ സ്വർണം എവിടെ? അത് ആർക്ക് ആ വിറ്റ സ്വർണത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞോ? ഇതൊന്നും ചെയ്യാതെ ചില ചാനലുകൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന കഥകളുടെ പിന്നാലെ പോകും. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി എന്നുള്ള നിലയിൽ പല VIP-കളെയും കണ്ടു കാണും. കാരണം ശബരിമല ശാന്തി എന്നൊന്നും പറയില്ല. VIPസിന്റെ ഒക്കെ എടുത്തു പറയും ശബരിമല ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമല്ലേ? അവിടുത്തെ ശാന്തിക്കാരൻ വന്ന് അമ്പലത്തിലെ പ്രസാദവും കൊണ്ടുവന്നു. അങ്ങനെ പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ടു. സോണിയാഗാന്ധിയെ കണ്ട് ഒരു ചരട് അവിടുത്തെ അമ്പലത്തിലെ പൂജിച്ച ചരടെന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടി. അതിനാണ് സംഘിക്കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് സ്വർണത്തിന്റെ നൂലാണ്. ഞങ്ങൾക്ക് സ്വർണവും സാധാരണ ചരണം കണ്ട തിരിച്ചറിയും ഈ സംഘി. ഇപ്പൊ അതുകൊണ്ട് സോണിയാഗാന്ധിയെ ഇതിൽ പെടുത്തി കോൺഗ്രസുകാരെ നിശബ്ദരാക്കാനാണ് ഭാവമെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ഇവിടെ കൂടിയിട്ടുള്ള അങ്ങനെ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാൻ. ഫോട്ടോ പലരുടെ കൂടിയും പല ഫോട്ടോ. ഞാനൊക്കെ സാധാരണ ഏത് ചടങ്ങിന് ചെന്ന് യാത്ര ചെയ്യും. സെൽഫി എടുക്കട്ടെ ആരെങ്കിലും വന്നാൽ ഞാൻ വേണ്ടാന്ന് ആരെയൊക്കെ കൂടെ സെൽഫി എടുത്തു. ഏതായാലും പോറ്റി ഞാനും ഒരുമിച്ച് യാത്ര ചെയ്ത് ഓർമ്മയിരിക്കില്ല. അതുകൊണ്ട് എന്റെ കൂടെയുള്ള ഫോട്ടോ ഇനി കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എല്ലാവരും സെൽഫി എടുക്കുന്നതോടൊന്നും ഞാൻ വേണ്ടാന്ന് പറയാറില്ല. അത് പുരുഷന്മാരോ ധാരാളം. ഇവിടെ ഒരു ഫോട്ടോവിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഏതാ? ഒരു ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ഇറങ്ങി അവിടെ ഇയാൾ എന്തിനു വന്നു? ഞാൻ ചോദിക്കട്ടെ, സ്വന്തം സഹാക്കളെ പോലും അടുത്ത് നിർത്താത്ത പിണറായി ഇയാളെ അടുത്ത് നിർത്തിയത് ഏതാ? അതെന്തിനായിരുന്നു? ഞങ്ങളത് ഫോട്ടോ നോക്കി അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഓരോ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് മേൽശാന്തി കീഴ്ശാന്തി എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പോയി തട്ടിപ്പറഞ്ഞില്ല. അങ്ങനെയാണ് സ്വർണം കട്ടെ, അല്ലെങ്കിൽ നേരെ സ്വർണം. ഇതൊക്കെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കോൺഗ്രസിന്റെ UDF-കാർ പറഞ്ഞു കട്ട സ്വർണം എവിടെ? എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരാജയപ്പെട്ടു. അത് പറഞ്ഞെന്താ? സോണിയാഗാന്ധിക്ക് പങ്കിട്ട് പറഞ്ഞുതരാം. BJP അല്ല, നമ്മൾ മനസ്സിലാക്കണം. പല കാര്യവും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരൻ പോലും സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ മന്ത്രി ശിവൻകുട്ടി എന്ന സംഘി. ആ രീതിയിൽ രണ്ടുപേരും കൂടെ ഒന്നായിരിക്കുന്നു. സ്വർണം കട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന പാർട്ടിയായി BJP മാറി. ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഒരു കാര്യം തറപ്പിച്ച് പറയാം, നിങ്ങൾ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അതിന് പകരം ഈ സ്വർണം കെട്ടത് പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു, പിണറായിക്ക് ഇനി 3 മാസം മാത്രമാണ് ആ കസാലിരിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് UDF വന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ഞങ്ങൾ അന്ന് അകത്താക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ മോഡി വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് അകത്താക്കുന്നത് എവിടെ? ഞങ്ങൾ വരാൻ പോകും. ആകെ 4-5 സീറ്റാണ് ആകെ ജയിക്കുന്നു പറഞ്ഞിട്ട് A ക്ലാസ് സീറ്റ് എന്ന് പറഞ്ഞത് അവരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. ഇവന് 5 കിട്ടാനൊന്നും പോണില്ല. പക്ഷെ ഇനി 5 കിട്ടിയാൽ തന്നെ കേരളം ഭരിക്കും. അതിന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മോഡിക്ക് ഒരു സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് കണ്ട് കേസെടുത്താൽ ശക്തമായിട്ട് അന്വേഷിക്കാനോ? ED-യും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ കേസ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? ED-യും ആരെ രക്ഷിക്കാൻ വന്നു? ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ED-യും കേരളത്തിന്റെ KD-യും ഒക്കെ ചേർന്ന് സ്വർണം കട്ടവന്മാരെ രക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല.
ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ദേവന്റെ സ്വർണം കട്ടാൽ അതിന് റിയാക്ഷൻ എന്തായാലും. അത് ചെയ്യുന്ന കുറ്റത്തിന്റെ തോതനുസരിച്ച് ചില ആൾക്കാർക്ക് കണ്ണിന്റെ കാഴ്ച, ചില ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കും, ചില ആളുകൾക്ക് ചിത്തഭ്രമം സംഭവിക്കും. ഇപ്പൊ ഒരു ചെറിയ സംശയം, മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ കളി കാണുമ്പോൾ ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്ന്. അതാണ് ഇപ്പൊ പറയുന്നതും ചെയ്യുന്നതായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് തോന്നുന്ന പോലെ ഓരോന്നും. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദി ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് സത്യസന്ധമായിട്ട് കാര്യമില്ല. കാരണം റിപ്പോർട്ട് ഹൈക്കോടതിക്കാണ് കൊടുക്കേണ്ടതെങ്കിലും ഇവരൊക്കെ തരം പോലെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഈ SIT പോരാ, ഇവിടെ ശക്തമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം. അതുവരെ ഈ സമരവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്നു ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട്